വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ ഡിഷ് ഹെൽത്തി ആൻഡ് ഈസി ടു മേക്ക് വെജിറ്റബിൾ സൂപ്പ്. ഡ്രം സ്റ്റിക്ക് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. വെജിറ്റബിൾ സൂപ്പിനായി ഞാൻ ആദ്യം 3 സ്പൂൺ ഓയിൽ, നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ഗീ വേണേൽ ഉപയോഗിക്കാം. ഞാനിവിടെ അവക്കാഡോ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ, അതിൻ്റെ കൂടെ ഞാൻ 2 സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത് മെൽറ്റ് ആകുമ്പോഴും നമ്മൾ 1.5 സ്പൂൺ സബോള അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കുന്നു. സൂപ്പിനെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചുവന്ന സബോള എടുക്കുന്നതാണ് നല്ലത്. അതിനകത്ത് കൂടുതൽ വൈറ്റമിൻസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇപ്പോൾ പാനിൽ എൻ്റെ ബട്ടറും എണ്ണയും നല്ലപോലെ ചൂടായിട്ടുണ്ട്, മെൽറ്റായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ പറഞ്ഞ 1.5 സ്പൂൺ 1.5 സബോള ഇട്ട് മൂപ്പിക്കുന്നു. ഇനി ഇത് മൂക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വഴന്ന സബോളയിലോട്ട് ഞാൻ 3 ലീഫ് ബേ ലീഫ്, ഇച്ചിരി ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 സ്പൂൺ കുരുമുളക് പൊടി, ടൈനി ബിറ്റ് ക്രഷ്ഡ് മുളക്. ഇത് ഒന്ന് ഇളക്കുക. ഈ മിക്സിലോട്ട് ഞാൻ 2-3 റോസ്മെരി, ഇനി നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് 1 കപ്പ് സെലറി, ഇത് ഡ്രം സ്റ്റിക്ക് ചീകി എടുത്തതാണ്. ഒരു കപ്പ് കെയിൽ. ഇനി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി പാസ്ത ചേർക്കണം. ഈ പാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിനകത്തൊട്ട് കാർബോഹൈഡ്രേറ്റ് ഇല്ല. ഇത് ചണ മസാലയുടെ. ഇനി ഇത് വേകാനായിട്ട് അനുവദിക്കുകയാണ്. വേകാനായിട്ട് നമ്മൾ വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, വെജിറ്റബിൾ ബ്രോത്ത്. ഞാൻ 2 ക്യാൻ വെജിറ്റബിൾ ബ്രോത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൽ കടന്നാണ് നമ്മുടെ വെജിറ്റബിൾ വേകുന്നത്. ഹാഫ് കുക്ക്ഡായ സൂപ്പിലോട്ട് ഞാൻ ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞത് ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇത് മിക്സ് ചെയ്ത് വീണ്ടും കുക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇവിടെ ഇപ്പോൾ സൂപ്പ് റെഡിയാണ്. ഇത് കണ്ടോ, പാസ്തയൊക്കെ നല്ലപോലെ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. അതിലോട്ട് ഞാൻ 1 കപ്പ് മുരിങ്ങയില, ഇത് നമ്മുടെ മുരിങ്ങയില സൂപ്പല്ലേ, അപ്പോൾ മുരിങ്ങയിലയും കൂടി ഇട്ട് അടച്ചു വെക്കുവാണ്. ഇതിൻ്റെ ആ ചൂടിൽ ആ മുരിങ്ങയില അതിൻ്റെ എസൻസ് ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ സൂപ്പ്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ സൂപ്പ്. ഇതിനകത്ത് പ്യുവർലി വെജിറ്റബിൾ, നോ കാർബോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ പാസ്തയിൽ കാർബോ ഇല്ലേ എന്ന്. ഇത് കടലമാവ് കൊണ്ടുണ്ടാക്കിയ പാസ്തയാണ്. ഇത് ഫുൾ മീലായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ, അഭിപ്രായം അറിയിക്കുമല്ലോ. എൻ്റെ വീഡിയോ, ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു വെരി മച്ച്.